ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു അടിപൊളി റീസൈക്ലിംഗ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ബ്ലൂ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഒറിജിനൽ ലുക്ക് കിട്ടുന്ന ഒരു ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം സുപരിചിതമായ ഒരു കിച്ചൺ വേസ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ മീനിൻ്റെ ചെതുമ്പലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ ചെതുമ്പൽ കൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഫ്ലവറാണിത്. ആദ്യമായി ഇതേപോലെ വലിപ്പമുള്ള കുറച്ച് മീൻ ചെതുമ്പലുകൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ വലിപ്പമുള്ള ചെതുമ്പലുള്ള മീൻ മേടിക്കുക. അത് ഇതേപോലെ ഒന്ന് ചെറിയ ലൈറ്റായിട്ട് ഷാമ്പൂയിൽ കഴുകി ഉണക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ വൈറ്റും അതേപോലെ പർപ്പിൾ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറുള്ള അക്രിലിക് പെയിൻറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ചെറിയ ലീവ്സ് വേണം. ക്രേ പേപ്പർ കൊണ്ടാണ് ഞാൻ ഈ ലീവ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ഗാർലിക് ഫ്ലവേഴ്സ് ഒന്ന് കണ്ടു നോക്കുക, അതിൽ നിന്ന് മനസ്സിലാകും. പിന്നെ ഈ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കമ്പിയിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും പഴയ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, കട്ടിയുള്ള ഒരു കമ്പി എടുക്കുക, അല്ലെങ്കിൽ 2-3 ചെറിയ കമ്പിയാണെങ്കിൽ 2-3 ഒന്നിച്ചെടുത്ത് ടേപ്പ് ചെയ്തതിന് ശേഷം വേണം ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗം തേച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തൊരു പീസാണിത്. അപ്പോൾ ഇതേപോലെ നീളത്തിൽ നിങ്ങൾക്ക് നീളം എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഫ്ലവർ വേസിനനുസരിച്ച് തീരുമാനിക്കാം, ഈ കമ്പിയുടെ നീളം. അതിനുശേഷം ഇതേപോലെ ഒരു മെറൂൺ കളർ ഒരു ക്രേപ്പ് പേപ്പർ എടുക്കുക. ഈ ക്രേ പേപ്പറിൻ്റെ സൈഡ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഗാർലിക് ഫ്ലവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ നോക്കുക. അപ്പോൾ ഇതേപോലെ ചെറിയ കട്ട് ചെയ്തിടുക. അതിനുശേഷം നമുക്കൊന്ന് നമ്മുടെ ഫിംഗർ വെച്ചൊന്ന് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നല്ല അല്ലികൾ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന നിങ്ങൾ ആ ഫോട്ടോയിൽ താഴെ കാണുന്നുണ്ട്, അതിൻ്റെ അറ്റത്ത് നമുക്ക് കുറച്ച് യെല്ലോ കളറിലുള്ള ഒരു പൂമ്പൊടി പോലെ ഒരു സാധനം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റവ കുറച്ച് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പറ്റിച്ചു കൊടുക്കാം. അപ്പം ആദ്യം ഇതിന് ചുറ്റും നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു ക്രേ പേപ്പർ ചുറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞാൻ ഈ താഴെ നേരത്തെ കാണിച്ചിരുന്ന മെഷർമെൻറ്റിനനുസരിച്ച് എടുത്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ എല്ലാം ചുറ്റി എടുത്തൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു നമ്മുടെ ആ ഒരു അല്ലികളുടെ ആ പൂമ്പൊടി ഒന്ന് പറ്റിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് വൈറ്റ് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ പേപ്പറിൻ്റെ ഭാഗത്തും കൂടെ കുറച്ച് ഗം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു റവയുടെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ആ പോർഷന് തൊട്ട് താഴെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഭാഗത്ത് വേണം നമുക്ക് നമ്മുടെ ഈ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഗം എടുക്കുക. അപ്പം ഞാനിവിടെ ഫെവിക്കോൾ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തതിന് ശേഷം ലൂസായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അങ്ങനെ ചെയ്തില്ലെങ്കിലും സാരമില്ല, നോർമലി നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് ആ ഒരു റവയുടെ മിക്സ് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ റവ കുറച്ച് മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതേപോലെ, അല്ലെങ്കിൽ യെല്ലോ അക്രിലിക് കളേഴ്സോ എന്തെങ്കിലും വെള്ളം ചേർക്കാതെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളതൊന്ന് തട്ടി കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലും കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പെറ്റൽസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ കളർ ചെയ്ത പെറ്റൽസ് നിങ്ങൾക്ക് ചെറിയ വലിപ്പം കുറഞ്ഞ പെറ്റൽസ് വേണം ആദ്യം നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഹോട്ട് ഗ്ലൂ തന്നെ വേണം, എന്നാലേ ഈ ഒരു മെറ്റീരിയൽ ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്വിക്ക് ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ അങ്ങനെയുള്ളതൊന്നും ഒട്ടത്തില്ല, വളരെ ഡിഫിക്കൽട്ടാണ് ഇത് ഒട്ടാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബേസിൽ നമുക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ നൂല് വെച്ചിരിക്കുന്ന ആ ത്രെഡിൻ്റെ ആ സൈഡിൽ കൂടി വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്ഷമയോടുകൂടി നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ബേസിൽ കുറച്ച് ഗം തേച്ചതിന് ശേഷം നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ, യൂഷ്വലി ഒരു 5-6 പെറ്റൽസ് എങ്കിലും വേണ്ടി വരും ഇതിന്. ചെറിയ പെറ്റൽസ് ആണെങ്കിൽ ചിലപ്പോൾ 7 പെറ്റൽസ് വരെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതേപോലെ നോക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വലുപ്പമുള്ള ചെതുമ്പൽ കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ നമുക്ക് ചെതുമ്പലൊന്നും കളയാതെ സൂക്ഷിച്ച് ഇതേപോലെ ഉണക്കി വെക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള കളറുകൾ ചേർത്ത് നമുക്കിതേപോലെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റോ മൊത്തം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് കാണുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടൽസ് എല്ലാം ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് ആ ക്രേപ്പ് പേപ്പർ കാണുന്നത് അത്ര ഭംഗിയായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ആ ഗ്രീൻ ടേപ്പ്, അതായത് ഫ്ലോറൽ ടേപ്പ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു പോർഷൻ കവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കവറായിട്ട് കിട്ടുമ്പോൾ അതിന് ശേഷം നമുക്ക് താഴേക്കുള്ള പോർഷനിലേക്ക് ടേപ്പ് കംപ്ലീറ്റ് ചുറ്റി എടുക്കരുത്. കാരണം നമുക്ക് ആ ലീവ്സും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് താഴേക്ക് പോകണം. അപ്പോൾ 2 തവണ നമുക്ക് ടേപ്പ് ഒട്ടിക്കുന്നത് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ആ ഒരു ടേപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. മുറുക്കി ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിയെടുക്കാം. അപ്പോൾ ആ ബോട്ടം പോർഷൻ കുറച്ച് വീർത്തിരിക്കണം. അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കട്ടിയായിട്ട് ടിഷ്യൂ പേപ്പർ ആദ്യം ഇതേപോലെ എടുത്തതും അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടില്ലേ, അതിൻ്റെ ആ ബേസ് കണ്ടില്ലേ, അതേപോലെ വരണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓരോ ലീഫും ഇതേപോലെ അതിൻ്റെ ഇടയ്ക്കോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ലീഫ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ ഒരു സിസർ വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വളച്ചൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടത് വളഞ്ഞു വരും. അതിനുശേഷം ഇതേപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് ആവശ്യമുണ്ടോ അത്രയും ഫ്ലവേഴ്സ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു മീനിൻ്റെ തന്നെ വളരെ കുറച്ച്, ഒരു മീനിൻ്റെ ഒരു പകുതി പോർഷൻ തന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് ഒത്തിരി ഇതുപോലെ പെട്ടൽസ് പോലെ നമുക്ക് ഇതിൻ്റെ ചെതുമ്പിൽ കിട്ടും. അപ്പോൾ സ്മെല്ല് വരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ലൈറ്റായിട്ട് നമ്മുടെ ഷാമ്പൂവിൽ കഴുകി ഉണക്കി എടുത്താൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് പ്ലെയിൻ വാട്ടറിൽ കഴുകി ഉണക്കിയാൽ കുറേ നാളിരിക്കും, ഇത് കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുത്താൽ, അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ഇത് നമ്മുടെ മീൻ ചെതുമ്പലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അത്രയ്ക്ക് മനോഹരമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ ബൈ.